നമസ്കാരം. ഞാനിവിടെ ഒരു കുഞ്ഞു പാവാടയും ഒരു കുഞ്ഞു ബ്ലൗസുമാണ്. ബ്ലൗസ് എന്ന് വെച്ചാൽ കൈയൊന്നുമില്ല, കയ്യിലൊരു ചെറിയ ഫ്രില്ല്, പിന്നെ ബാക്കിലൊരു ബോയും വെച്ചിട്ട് നമ്മുടെ ഷോർട്ടിൻ്റെ പാവാടയുമാണ് കുട്ടിക്ക് തയ്ക്കാനുള്ളത്. കുഞ്ഞിനാണ്, ഒരുപാട് നീളമൊന്നുമില്ല. ഒരു ഒരു ബ്ലൗസിനൊരു 11 ഇഞ്ച് ഇറക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് നീളമൊന്നും. പാവാട എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് സൈഡും ബോർഡറുള്ളതാണ് കേട്ടോ. കുട്ടിയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ബോർഡറുള്ള. ഇതിൻ്റെ ഇറക്കം ഞാൻ എടുത്തിട്ടില്ല, കാരണം അവർക്ക് ഇതിൻ്റെ ഫുൾ ഇറക്കം വേണം. എത്രയാണോ അത്രയും വേണം. ഇതാണ് കണക്ക്. ഇതിൻ്റെ പട്ടയും കൂടെ വെച്ചടിക്കുമ്പോൾ അതാണ് കറക്റ്റ്. അതുകൊണ്ട് ഇറക്കം എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇറക്കത്തിനാണ് അവർക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാവാടയ്ക്ക് എടുക്കുമ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് നീളം കാണും കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം, കാരണം ഇത് നീളം കുറച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടോ. ഇത് രണ്ട് സൈഡ് ബോർഡറുള്ള ഒരു തുണിയാണ്. അപ്പം നമുക്ക് കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു 24 ഇഞ്ച് 23 ഇഞ്ച് ഇറക്കം കിട്ടുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാ കേട്ടോ, 1.5-2 മീറ്റർ 2 മീറ്ററൊക്കെ എടുത്താൽ നല്ല പ്ലെയറിൽ പാവാട കിട്ടും, നല്ല പ്ലേറ്റ് കിട്ടും. അതായത് 2 മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് 4 മീറ്ററിൻ്റെ പ്ലെയർ കിട്ടും. മനസ്സിലായോ? ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ മൂട്ടുക. അപ്പോൾ രണ്ട് സൈഡ് ബോർഡർ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് തങ്ങറ്റം വരും. ഇപ്പോൾ 2 മീറ്ററാണ്, അപ്പോൾ 4 മീറ്ററിൻ്റെ പ്ലെയർ കിട്ടും. അറിയാമല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ വെട്ടിയിട്ട് ഇതൊന്നും ചെയ്യാനില്ല. ഈ പാവാടയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യണം. പട്ടയ്ക്ക് മാത്രം ഒരു പീസ് വെട്ടിയെടുത്തിട്ട് ബാക്കി നടുക്കൂടെ അങ്ങ് കട്ട് ചെയ്താൽ മാത്രം മതി. പാവാടയ്ക്ക് വേറെ ഒന്നും കട്ട് ചെയ്യേണ്ടല്ല കേട്ടോ. അപ്പോൾ ഈ ഇറക്കം നോക്കിയിട്ട് പാവാടയ്ക്കെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞുറിയിട്ട പാവാടയാണ്. ഞുറിവിട്ട പാവാടയ്ക്ക് നമ്മൾ എത്രയാണോ ആ ഇറക്കത്തിന് കണക്കാക്കി നമ്മൾ തുണി കട്ട് ചെയ്താൽ മാത്രം മതി. അതിന് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ ലൈനിങ് ഉപയോഗിക്കുമ്പോൾ ദയവ് ചെയ്ത് ലൈനിങ് ഇതിനകത്തിടുന്ന ലൈനിങ് പീസ് ഞുറിവിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് പ്ലെയറായിട്ട് വെട്ടുക. പ്ലെയറായിട്ട് വെട്ടുമ്പോൾ നമുക്കത് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറിച്ചിട്ട് തേയ്ക്കാൻ പറ്റും. ഞുറുവായിട്ട് തേയ്ക്കുമ്പോൾ ഇതിൻ്റെ ഞുറുവ് അതിൻ്റെ ഞുറുവ് കൂടെ നമ്മൾ ഞുറുവ് പിടിക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമുക്ക് പ്ലെയറായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലെയറിനെ പിടിച്ച് മാറ്റിയിട്ടിട്ട് നമുക്ക് ഞുറുവ് മാത്രം തേച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിനകത്ത് ലൈനിങ് ഇടുമ്പോൾ പ്ലെയർ കട്ട് ചെയ്ത് ഇടുക. അതായത് അംബർല മോഡലിൽ കട്ട് ചെയ്തിട്ട് അകത്ത് ലൈനിങ് ഇടുക. അപ്പോൾ നല്ല ഫിനിഷായിട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതൊരു ടെക്നിക്കലാണ്. കാരണം പലരും ഇത് ഞുറിവിൻ്റെ അതേപോലെ ഞുറിവിന് കണക്കാക്കി ലൈനിങ് ഇടും. അപ്പോൾ ലൈനിങ്ങിൻ്റെ അളവും കൂടുതൽ വേണം. ഇതുപോലെ അത്രയും പ്ലെയറിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്ലെയറായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അകത്ത് പ്ലെയർ ഇട്ടാൽ മതി, പുറത്തെ ഭാഗം ഞുറിവിട്ടാൽ മതി. അപ്പം നമുക്കിത് കട്ട് ചെയ്യേണ്ട കാര്യം പറയേണ്ടതില്ലല്ലോ. ഇവിടെ നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ഇത്രയും പീസ് വെട്ടിയെടുക്കുക. പട്ടയ്ക്ക് നമ്മളെ പാവാടയുടെ പട്ടരെണ്ണം വെട്ടിയെടുത്തിട്ട് ബാക്കി നടുക്കൂടെ മിഡിലൂടെ ഒറ്റ കട്ടങ്ങറ്റ വരെ ഇത്രയേ ഉള്ളൂ പാവാട. പാവാടയ്ക്ക് നമ്മൾ അതിൻ്റെ നടുക്കൂടി കട്ട് ചെയ്തെടുത്ത് അത് കുട്ടിക്ക് ആവശ്യമായ ഇറക്കം എന്ന് പറഞ്ഞാൽ 24 ഇഞ്ചാണ്. അപ്പം നമുക്കത് അത് രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ 22 ഇഞ്ച് കിട്ടും. 23 ഇഞ്ചുണ്ട്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് 22 കിട്ടും. ഇതിൽ 2 ഇഞ്ച് 3 ഇഞ്ച് നമ്മളെ എക്സ് ആയിട്ട് വരുന്ന ഭാഗം, അതായത് ഹൂക്കിടാനുള്ള ഭാഗമാണ്. കുട്ടിയൊക്കെ നമ്മൾ സിപ്പിട്ടാൽ പിന്നെ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൂക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 ഇഞ്ച് ഹൂക്ക് 1.5 ഇഞ്ച് വീതം രണ്ട് സൈഡിൽ ഹൂക്കിടാൻ വേണ്ടി എക്സ് ആയിട്ട് 3 ഇഞ്ച് കൊടുക്കും. 3 ഇഞ്ചോ 4 ഇഞ്ചോ കൊടുക്കാം. പിന്നെ അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പിന്നീട് വണ്ണം കുറവാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 24 ഇഞ്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ക്യാൻവാസ്, കനം കുറഞ്ഞ ക്യാൻവാസ് ഇട്ടിട്ട് ഇങ്ങനെ മടക്കിയാണ് പട്ടയ്ക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ പട്ട കേട്ടല്ലോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഓരോ വീഡിയോ ആയിട്ട് അത് തയ്ച്ചതിന് ശേഷം അത് കാണിക്കും. ഇതുവരെ ഞാൻ കുഞ്ഞു വീഡിയോ ആയിട്ട് നെറ്റ് നോക്കിയതുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. ദയവചെയ്ത് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ചാനലും വളരും, നിങ്ങൾക്കും വളരാം. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ നമുക്ക് ഈ പാവാടയുടെ ലൈനിങ് വെട്ടുന്ന വിധമാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈനിങ് നമ്മൾ എപ്പോഴും പ്ലെയറായിട്ട് വെട്ടണമെന്ന്. പ്ലെയർ വെട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്യാമറ ധരിച്ചു വയ്ക്കും. ഇത് പ്ലെയറാണ്. നമുക്കിത് വെള്ള ഇതിനകത്ത് ക്രീമാണ്, വെള്ളയാണ് അവർ കൊണ്ടുവന്നത്. വെള്ള മതി, കുഴപ്പമില്ല. ഇത് ഇങ്ങനെ പ്ലെയർ എന്ന് വെച്ചാൽ ഒരുപാട് ലൂസൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ പാവാടയ്ക്ക് നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 24 ഇഞ്ച് വണ്ണമാണ്. 24 ഇഞ്ച് വണ്ണം, 23 ഇഞ്ച് വണ്ണമേ ടോട്ടലുള്ളൂ. അപ്പം നമുക്കിതൊരു 23, 24 ഇട്ട് വെട്ടി കൊടുക്കാം. അപ്പം നമുക്ക് അറിയാമല്ലോ, 24ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 24ൻ്റെ പകുതി എന്ന് വെച്ചാൽ 12 ഇഞ്ച്. അപ്പോൾ ഒരു തുണ്ടിന് നമുക്ക് 6 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് ഇതെങ്ങനെ വരും? 6 6 12. ഇപ്പോൾ നമുക്കൊരു 6 ഇഞ്ച്
ഒരു വര കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് 24 ഇഞ്ച് ഇറക്കമാണ് ടോട്ടൽ വരുന്നത്. 2 ഇഞ്ച് പട്ട, അതിൻ്റെ ബാക്കി പാർട്ട് 22 ഇഞ്ച്. അപ്പോൾ നമുക്ക് 22 ഇഞ്ച്. പട്ടയ്ക്ക് ലൈനിങ് വേണ്ട, പട്ടയുടെ താഴെയാണ് ലൈനിങ് വെച്ച് അടിക്കാനുള്ളത്. അപ്പോൾ പട്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് 22 ഇഞ്ച് വേണം. നമുക്ക് ലൈനിങ് 20 ഇഞ്ച് മതി. കാരണം എപ്പോഴും ലൈനിങ് 2 ഇഞ്ച് മുകളിലോട്ട് നിൽക്കണം. കട്ടിയുള്ള തുണിക്ക്, കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ സെയിം ആയിട്ട് ഇടണം, അതായത് 2 ഈക്വലായിട്ട് തന്നെ നിങ്ങൾ വെട്ടണം. ഇതിപ്പോൾ നമുക്ക് 20 ഇഞ്ച് മതി. 20 ഇഞ്ച് ഇവിടെ ഇടും. നമ്മളിതിനെ സിക്സാക്ക് ചെയ്താണ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നില്ല. കാരണം ഇതിൻ്റെ എൻഡിലുള്ള പ്ലെയർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സിക്സാക്കാണ്, ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തയ്ക്കാൻ വരുന്നതും നല്ല ഭംഗിയായിട്ടിരിക്കും. സിക്സാക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ സിക്സാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മടക്കി അടിക്കാനായിട്ട് തയ്യൽ തുമ്പ് ഇടുന്നില്ല. എങ്കിൽ തയ്യൽ തുമ്പ് കൂടെ വേണമെങ്കിൽ അരയിഞ്ച് കൂടെ കൂടുതൽ വേണം. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം പ്ലെയറായിട്ട്. ഒരു സ്ഥലത്തേക്കുള്ള പീസാണ്, ഒരു ഫ്രണ്ട് പീസിന്, അതായത് ഈ ഭാഗം ഇങ്ങനെ വരുന്ന പീസിനുള്ളതാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത പീസിലൂടെ വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരു മീറ്റർ ചില്ലറേ ഉള്ളൂ ലൈനിങ്ങിന്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നല്ല കട്ടിയുള്ള തുണിയാണത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ദയവ് ചെയ്ത് ഇന്നത്തെ വീഡിയോ, ഇനി മുതലുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും. ഞാൻ ഇത്രയും ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ ശരിക്കും കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കാണുന്നത് തന്നെ എനിക്ക് വലിയൊരു ഉപകാരമായി. മതി, നമുക്ക് തേയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ അകത്തുള്ള ഭാഗം മുട്ടിയിട്ട് നമ്മൾ തേയ്ക്കാൻ നേരത്ത് ഈ പീസിനെ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചിട്ടിട്ട് നമുക്ക് പ്ലേറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതെടുത്തിടാം. അപ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവില്ല, നമുക്ക് മുകളിലത്തെ പ്ലേറ്റും ഇതും കൂടെ. ഓക്കെ, അപ്പം നമുക്ക് ഈ പാവാട തയ്ച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ബൈ. ഹലോ, നമുക്കിന്ന് തയ്ക്കാനുള്ള നൂലാണ് കേട്ടോ. ഇതിൻ്റെ സെയിം കളർ നൂലാണ്. എപ്പോഴും നിങ്ങൾ തുണി എടുക്കുമ്പോഴത്തേക്ക് തുണിയുടെ സെയിം കളർ നൂല് തന്നെ തയ്ക്കാൻ ചോയ്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തുണി കാണാനൊരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സെയിം കളർ നൂല് തന്നെ എടുക്കുന്നത്. വൈറ്റ് അല്ല, ഇതിൻ്റെ തന്നെ ക്രീമാണ്. ഓക്കെ, നമുക്കിതിനെ ചുറ്റിയെടുക്കാം. നമുക്കിതാ ഇതിനെ ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് വേണമെന്നില്ല, നമുക്കൊന്ന് ഒരു മടക്കി അടിച്ചാൽ മതി. ലോക്ക് വേണ്ട കേട്ടോ. ഇത് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ നല്ല പ്ലെയറാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ 2 മീറ്റർ തുണിയാണ്, പക്ഷേ 2 മീറ്റർ തുണി നമ്മൾ 4 മീറ്റർ ആക്കി കിട്ടുവാണ്. അപ്പം നല്ല പ്ലെയർ, നല്ല ഞുറിവ് കിട്ടും. നമുക്ക് അടുക്കി ഞുറിയിടാം. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിനെ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു കൊട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഇതിലിപ്പോൾ 2 ഓപ്പണാണ്, 1 ഇല്ലല്ലോ, അവിടെയും ഒരു കൊട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 4ആയിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം 4-1 നമ്മൾ എത്ര പ്ലീറ്റ് എടുക്കണം? 24 ഇഞ്ച് വണ്ണമാണ് ടോട്ടൽ നമുക്ക് വേണ്ടത്. 23 മതി, 24 ഇട്ടേക്കാം. കാരണം 1 ഇഞ്ച് കൂടെ, ഒരു ഐ കൂടെ കൊടുത്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് കൂടെ ലൂസ് വലുതായി കിടക്കും. നമുക്ക് കുറച്ചൊന്ന് കയറി ഇരിക്കുന്നേ ഉള്ളൂ. കുട്ടിയൊക്കെ ആകുമ്പോൾ അത്രയും വേണം. കുട്ടികൾ വല്ലതൊക്കെ വേറൊക്കെ വീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് വലുതായാലും ഇടാൻ പറ്റുമല്ലോ. നമ്മൾ അത് മാത്രമല്ല, അവർ വളർന്നു വരുന്ന കുട്ടികളല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് കൂടുതലിട്ട് തയ്ച്ചു കൊടുക്കണം. പറയുന്നേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് തയ്ക്കണം. അപ്പം നമുക്ക് 24ൻ്റെ പകുതി എത്രയാണ്? 12. 12ൻ്റെ പകുതി 6 ഇഞ്ച്. അപ്പോൾ ഈ ഒരു തുണ്ടിന്, അതായത് ഈ 1 മീറ്റർ വരുന്ന ഒരു തുണ്ടിന് നമുക്ക് വേണ്ടത് 6 ഇഞ്ച് കയറ്റണം. അപ്പം നമ്മൾ ഞുറിവ് അടുക്കി ഇടണം. അതായത് ഒരു ഞുറിവിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ഞുറിയണം. അപ്പം നമുക്ക് തേച്ചിടുമ്പോൾ നല്ല പാവട നല്ല പ്ലീറ്റഡ് ആയിട്ട് കിടക്കും. ഓക്കെ, നമുക്കങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഞാൻ തയ്ക്കാൻ പോവുകയാണ്. നമുക്കിത് അടുക്കി പ്ലീറ്റ് ഇടണം. അപ്പോൾ ഈ ഒരു തുണ്ടിന് നമുക്ക്, അതായത് ഇവിടം വരെ വരുമ്പോൾ ഇവിടെ കട്ടിട്ടിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 6 ഇഞ്ചേ പാടുള്ളൂ. ഓക്കെ, ഇവിടെ 1/2 ഇഞ്ച് പോവാം. തയ്യൽ തുമ്പ് പോയിട്ട് 6 ഇഞ്ചേ പാടുള്ളൂ. 6 ഇഞ്ചിൽ കൂടുതലും പാടില്ല. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു പിന്നോ എന്തെങ്കിലും, ഇതേപോലത്തെ ഒരു നീഡിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊരു ഞുറിയിടണം. ഞുറിയിടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരേ കണക്കിലുള്ള ഞുറിയിടണം. ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ വന്നു. നമ്മൾ അടുത്ത പ്ലേറ്റ് ഇവിടെ നിന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ ഈ മീറ്റർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് പ്ലേറ്റാണ് ഇടണം. അപ്പോൾ നമ്മൾ ഈ വിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വിരലും കൂടി ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റായിരിക്കും. നിങ്ങൾ കുറേ നാൾ തയ്ച്ച് കഴിയുമ്പോൾ അതങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആകും. ഞാൻ കുറേ നാളായി തയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക. അടുത്ത് വീണ്ടും ഈ വിരൽ ഇങ്ങനെ പിടിക്കുക, ഈ വിരലിന് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് അളവിന് തന്നെ വരും. പക്ഷേ ഇതിൻ്റെ പ്ലേറ്റ് ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുക. 6 ഇഞ്ചേ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു തുണ്ടിന് 6 ഇഞ്ചേ പാടുള്ളൂ. അപ്പോൾ അത്രയും വരത്തക്ക രീതിയിൽ നമ്മളിത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ഈ പ്ലേറ്റ്.
വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ 6 ഇഞ്ച് കറക്റ്റ്. ഇവിടെ ഇതിൻ്റെ കണ്ടോ, ഈ പ്ലീറ്റ് കണ്ടോ, ഇതിൻ്റെ പകുതി ഉള്ളിലങ്ങ് പോകും. അപ്പം നമുക്ക് ഒരു 6.5 ഇഞ്ച് കിട്ടും. നമുക്ക് നോക്കാം എത്ര ഇഞ്ച് ഉണ്ടല്ലേ. കണ്ടോ, ഇതിന് തേച്ചിടുമ്പോൾ നല്ല പ്ലീറ്റ് ആയിരിക്കും. ഇപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കണ്ടോ, കറക്റ്റ് 6.5 ഇഞ്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഒരു തുണ്ടിൻ്റെ പകുതിയിലാണ് ആ കട്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ പകുതി കൂടി ചേർത്ത് 6 ഇഞ്ച്. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ഇതേ കണക്കിന് അങ്ങിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ 4 തുണ്ടും തച്ചകത്ത് പോയിട്ടായിരിക്കും അളന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാം വലിച്ച് പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് 4 തുണ്ടിൽ ഒരു തുണ്ടിട്ട് ഒരു തുണ്ട് തയ്ച്ച് തീർന്ന ശേഷം നമ്മൾ അളന്ന് നോക്കണം. എന്നിട്ട് അതേ കണക്കിന് അങ്ങിട്ട് പോവുക. അപ്പോൾ നമുക്ക് 24 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് പോവുക. ഉള്ളിൽ കണ്ടോ, 2 പ്ലീറ്റിൻ്റെ ഉള്ളിലാണ് ഈ പ്ലീറ്റ് വരുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ പ്ലീറ്റിൻ്റെ ഉള്ളിൽ കയറണം. ഈ പ്ലീറ്റ് എന്നാൽ കറക്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ അങ്ങനെ തച്ച് വന്നപ്പോൾ കറക്റ്റായി. അപ്പം നമ്മളിനി ചെയ്യേണ്ടത് കണ്ടോ, ഈ ഒരു പ്ലീറ്റ് പിടിക്കുക, ഈ 2 പ്ലീറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. അതായത് ഈ 2 പ്ലീറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. ഈ 2 പ്ലീറ്റിൻ്റെ എൻഡിൽ വരുമ്പോൾ നമ്മൾ നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിന് 1 മീറ്റർ വേണ്ട കേട്ടോ. ഇങ്ങനെ പിടിക്കുക, ഈ 2 പ്ലീറ്റിൻ്റെ ഉള്ളിൽ കയറ്റുക. വീണ്ടും 2 പ്ലീറ്റിൻ്റെ ഉള്ളിൽ കയറ്റി. ഇതാണ് ഈ 2ാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ സൂചി നിന്നു. അവിടെ നമ്മൾ കയ്യിലിരിക്കുന്ന ഈ സൂചിയുടെ അളവ് നിന്നു. അപ്പോൾ അവിടെ നമ്മൾ തയ്ക്കുക. വീണ്ടും നമ്മൾ അതുപോലെ പിടിക്കുക, 2 പ്ലീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നിർത്തുക. കണ്ടോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നീളം കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതിപ്പോൾ പല പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ഒരു ടെക്നിക്കൽ മനസ്സിലാവും. ഇപ്പോൾ ഈ പ്ലീറ്റ് പിടിച്ചു, 2ാമത്തെ പ്ലീറ്റ് 1 2 2ാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ അടിയിൽ നമ്മൾ മറ്റേ പ്ലീറ്റിൻ്റെ ഭാഗം പിടിച്ച് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്ലീറ്റ് പല സൈസായിട്ട്. ഇതിപ്പോൾ കണ്ടോ, മീറ്ററൊന്നും എടുക്കുന്നില്ല, ഞാൻ മീറ്ററൊന്നും എടുത്തിട്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2ാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് നിർത്തുക. അവിടെ നിർത്തുമ്പോൾ പ്ലീറ്റിന് നല്ല ഒരേ അളവിനുള്ളത് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുക. കണ്ടോ, ഈ വിരലിൻ്റെ വലിപ്പമാണ് ഞാൻ പിടിക്കുന്നത്. കണ്ടോ, ഈ 2 വിരൽ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാം. കണ്ടോ, ഈ വെട്ട് കണ്ടോ, നമ്മൾ നേരത്തെയും തയ്ച്ചപ്പോൾ ഈ വെട്ട് ഉള്ളിൽ പോയി പകുതിയിലല്ലേ. ഇതും കറക്റ്റ് കണ്ടോ, ആ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കാണാവോ, അതാ ഈ വെട്ട് കണ്ടോ, ആ വെട്ട് ആ കറക്റ്റ് 2ാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, അതാണ് ഇതൊക്കെ നമ്മൾ അളന്ന് കുറിച്ചെടുക്കുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ ഈസിയാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധ വേണം. ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇത് നോക്കി, 2 വിരൽ അടുത്ത് 2ാമത്തെ സ്റ്റിച്ച് നമ്മൾ 2ാമത്തെ പ്ലീറ്റിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇത് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കരുതും ഞാൻ പൊളിച്ചടിച്ചത്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഇതിൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാം. അതൊരു അപേക്ഷയാണ്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കേൾക്കണ്ട, നമ്മൾ ഇവിടെ തീർന്നു. ഇത് അടുത്ത് ലാസ്റ്റ് വരുന്ന ഒരു പ്ലീറ്റാണ്. ഈ പ്ലീറ്റ് നമ്മൾ ഫുള്ളങ്ങ് കയറ്റി തയ്ക്കേണ്ട, ഇവിടം വരെ മതി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലൈനിങ് വെച്ച് മറിച്ചടിക്കാവുന്നതാണ്. നമ്മളിത് ഇനി അളന്ന് നോക്കാമല്ലോ, കറക്റ്റായിട്ട് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയാം. കൃത്യമായിട്ട് നമുക്ക് അളന്ന് നോക്കാം. കറക്റ്റ് 12 ഇഞ്ച് കണ്ടോ, ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് കറക്റ്റ് 12 ഇഞ്ച് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചതെന്ന്. ഞാൻ ഒരു അളവ് കോലും കൊണ്ട് കുറിച്ച് നോക്കിയോ കട്ട് ചെയ്ത് വരച്ച് നോക്കിയോ ഒന്നുമല്ല ഞാൻ പഠിച്ചത്. എൻ്റെ ഒരു എന്താ പറയുക, എനിക്കൊരു അളവ് എൻ്റെ മെമ്മറിയിലുണ്ട്. ആ മെമ്മറി വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, കറക്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ ഇത് വീഡിയോ പോസ് ചെയ്തെങ്കിൽ വിചാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്തെങ്കിൽ വിചാരിക്കുന്നതാണ് ഞാൻ പൊളിച്ചടിച്ചത്. ഞാൻ പൊളിച്ചിട്ടില്ല. 24 ഇഞ്ച്, അതായത് കറക്റ്റ് 24 ഇഞ്ച് വണ്ണത്തിൽ നല്ല പ്ലീറ്റിൽ കിട്ടിയിട്ടുണ്ട്. കാണാമോ, പ്ലീറ്റിൽ നല്ല പ്ലീറ്റ് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും ആരുമില്ല കേട്ടോ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളിത് ഒന്ന് കാണണമെന്നൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ തൽക്കാലം ഇത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പട്ട വെച്ചടിക്കുന്നവരാണ്. ഇനി ഞാൻ ഒന്ന് പോസ് ചെയ്യണം. നമ്മൾ ഇനി എടുക്കേണ്ടത് ഇതൊരു ക്യാൻവാസാണ്. കട്ടി കുറഞ്ഞ ക്യാൻവാസ് മതി, കാരണം ഈ തുണിക്ക് കള്ള കട്ടിയുണ്ട്. അതുപോലെ കൊച്ചുകുട്ടിയല്ലേ, ഒരുപാട് കട്ടി നമുക്ക് ഇടുപ്പിന് കൊടുക്കണ്ട. അപ്പം നമ്മൾ ഇതിൻ്റെ ചീത്ത വശം എടുക്കാം, മറിച്ചിട്ടെടുക്കാം. എന്ത് എളുപ്പമാണെന്നറിയോ പാവാടയൊക്കെ തയ്ക്കാൻ. നിങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഈസി ആയിട്ട് പാവാട തയ്ക്കാം. അപ്പം നമ്മളിതാ ഇങ്ങനെ എടുത്തു കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ ഒരു അടി കൊടുക്കുക, ഒരു തയ്യൽ കൊടുക്കുക. അപ്പോൾ ഇത് നീങ്ങി പോവാതിരിക്കുകയും ചെയ്യും. അവിടെ ഒരു ഫിനിഷാകും ചെയ്യും. ഒരു തയ്യൽ എടുക്കുന്നു, രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒരു തയ്യൽ കൊടുക്കും.
രണ്ടും കൂടെ ചേർത്ത് നമ്മളൊരു തയ്യൽ കൊടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കണ്ടോ, ഇത് നല്ല വശമാണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് 24, നമുക്ക് വേണ്ടത് എത്ര, 24 ഇഞ്ച്. ആ കറക്റ്റ് 24 ഇഞ്ച് നമ്മളെടുക്കാം. 24 ഇവിടെയാണ് വരുന്നത്, കണ്ടല്ലോ 24. അപ്പോൾ ആ 24 ബാക്കി അങ്ങ് ഉള്ളിൽ കിടന്നോട്ടെ. കാരണം എപ്പോഴെങ്കിലും ആ കുട്ടിക്ക് 1 ഇഞ്ച് വണ്ണം കൂടണമെങ്കിൽ ഈ പട്ടയ്ക്ക് ചിലപ്പോൾ അവരുടെ കയ്യിൽ ഈ തുണി കാണുന്നു വരില്ല. അപ്പോൾ ഈ 1 ഇഞ്ച് അവർക്ക് നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ 24 ഇഞ്ച് നമ്മളിട്ടിട്ട് ഇത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇത് കട്ട് ചെയ്യേണ്ട. ഇത് നമുക്കിങ്ങനെ മറിച്ചെടുക്കാം. കണ്ടോ, ഒരു ഫിനിഷിങ് വ്യത്യാസവും വരത്തില്ല. ഇങ്ങനെ മറിച്ചെടുത്താൽ മതി. കണ്ടോ, 1 ഇഞ്ച് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു അരി അടിച്ചെടുക്കാം. 4 പീസും കൂടെ ചേർത്ത്, അതായത് ഒരു ക്യാൻവാസിൻ്റെ 2 മടക്കി വരുമ്പോൾ 2 പീസ്, തുണിയുടെ 2 പീസ്. അപ്പം 4 പീസും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇത് വേണമെങ്കിൽ തേച്ചെടുത്ത് നല്ല. പിന്നെ ഈ തയ്യൽ തുമ്പ് കണ്ടല്ലോ, ഈ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇങ്ങനെ വെട്ടിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക. ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ കിടന്നോട്ടെ. ഇത് ഇങ്ങനെ കിടന്നോട്ടെ. ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്ന്. ഇതെങ്ങനെ ഇട്ടിട്ട് ഈ അര ഇഞ്ച് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ നല്ല വശമാണ്, ഈ നല്ല വശമാണ്, ഇത് ചീത്ത വശമാണ്. ഈ നല്ല വശത്ത് വെച്ച് ചീത്ത വശത്തോട്ട് അടിച്ച് മറിക്കാം. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അടിക്കുവാണേ. നമ്മളെപ്പോഴും കെട്ടിട്ടെടുക്കണം കേട്ടോ. ഒരു കെട്ടിട്ട് എനിക്ക് ഈ മെഷീനിൽ ഇവിടെയാണ് കെട്ടുക. അതാണ് ഞാൻ ഇവിടെ കൈ ഓടണം. കണ്ടോ, ഇവിടെ കെട്ടുമ്പോൾ കെട്ടാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കിങ്ങനെ കെട്ടണം. ഇത് പഴയ മെഷീനാണ് കേട്ടോ, കുറേ നാളായ മെഷീനാണ്. പക്ഷെ നല്ല മെഷീനാണ്, ഒന്നും ചെയ്തിട്ടില്ല. കടയിൽ കിടക്കുന്നത് പുതിയ, അധികം പഴക്കമില്ലാത്ത മെഷീനാണ്. ഇത് പഴയതാണെങ്കിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് വീട്ടിൽ മെഷീനുള്ളത്. എനിക്ക് അത്യാവശ്യ തുണികളൊക്കെ ഇതുപോലെ അവധി ദിവസങ്ങളിൽ, ഇപ്പോൾ നാളെ സൺഡേ ആണ്, എനിക്ക് കൊണ്ടുവന്ന് തയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ രാത്രിയിൽ ഞാനൊന്ന് തയ്ക്കും. അപ്പം നമ്മൾ വെറുതെ സമയം കളയാനില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ കണ്ടോ, ഈ 24 നമ്മൾ തയ്ച്ചെടുക്കുന്നു. പിന്നെ ഇങ്ങനെ മനസ്സിലായല്ലോ, ഇവിടം വരെ നമ്മൾ തയ്ച്ചെടുത്തു. നമ്മൾ 24 തയ്ച്ച് നിർത്തി. കണ്ടോ, കറക്റ്റ് 24 നമുക്ക് ആ തയ്യൽ തുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത്രയും തയ്യൽ തുമ്പാണ്, ഇത്രയും തയ്യൽ തുമ്പ്, ഇവിടെയും ഇത്രയും തയ്യൽ തുമ്പ്. കണ്ടല്ലോ, ഇതെന്തിനാണെന്ന് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കരുതേ കേട്ടോ. ഇവിടെയാണ് ഫ്രണ്ട് വരുന്നത്, ഫ്രണ്ട് ഫിനിഷിംഗ് ആണേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ 2 ലൈനിങ്ങും കൂടെ വെച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ 2 ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ടേ 24 ഇഞ്ച് വണ്ണമുള്ള. അപ്പോൾ ഇവിടെ ഒരു തയ്യലുണ്ടല്ലേ, നമുക്കിനി ഇതിൽ വെച്ചിട്ട്, അപ്പോൾ ഈ തയ്യൽ ഭാഗം അറിയാമല്ലോ, ഇത് ചീത്ത വശവും ഇത് നല്ല വശമാണ്. നമ്മളിപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഈ നല്ല വശത്തോട്ട് ചേർത്ത്, അതായത് ഈ നല്ല വശം ഈ തുണിയുടെ ഉള്ളിൽ വരണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഈ നല്ല വശം, ഇത് നല്ല വശമാണ്, എന്നിട്ട് മറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ തുണി പാവാട പിള്ളേരെടുക്കുമ്പോൾ ഇത് എന്നിട്ട് മറുവശം കാണുമ്പോൾ വൃത്തിയുണ്ടായിരിക്കും. കണ്ട, ഇതിൻ്റെ കറക്റ്റ് അളവാണേ. നമുക്കിത് വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇതിൽ കൂടെ അടിക്കാം. അതായത് ഇതിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് കേട്ടോ. നടുക്ക് പട്ട വരണം. ഈ 2 സൈഡിൽ നമുക്ക് ഈ അടിയിൽ തുണിയിൽ നമ്മുടെ തുണിയും ഈ ലൈനിങ് ഈ മീതയും വെച്ച് നമ്മളിങ്ങനെ അടിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് ഉണ്ടല്ലോ തയ്യൽ തുമ്പ്. ആ 1/2 ഇഞ്ച് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ പട്ടയിൽ തയ്യൽ പിടിക്കാതെ ഈ 1/2 ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ തയ്ച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പട്ട വരുന്നത്. കണ്ടല്ലോ. അപ്പം നമുക്ക് എന്താ കിട്ടുമെന്നറിയാമോ? ഇവിടെ നല്ല ഫിനിഷിങ് കിട്ടും. ഇവിടെ മറിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഉരുട്ടി അടിച്ച് വെച്ചേക്കും അല്ലേ, അത് നമുക്ക് മഹാവൃത്തിയേടാണ്. അപ്പം നമ്മൾ ഇനി ഇവിടെ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ തേച്ച് വിട്ടാൽ ഈ ഫിനിഷിങ്ങിൽ കിടക്കാം. അപ്പോൾ ഈ പ്ലീറ്റോടുകൂടെ ചേർന്ന് ഇത് കിടക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അടി അടിക്കാം, പക്ഷേ വേണ്ട, അവിടെ തേച്ചിടുമ്പോൾ കറക്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇതേ കണ്ടോ, ഈ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അടിച്ചെടുത്തല്ലോ. ഇത് നമ്മൾ മറിച്ചെടുത്തു. കണ്ടോ, അപ്പം നല്ല ഫിനിഷിംഗ് അല്ലേ. നമുക്ക് മടക്കി അടിച്ചിട്ട് ഇവിടെ തേച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് കണ്ടോ, ഒറ്റ ഇതായിട്ട് കിട്ടും. കണ്ടോ, കാണാവോ? ഒറ്റ ഇതായിട്ട് നമുക്ക് ഒരു ലൈനിങ്ങിൻ്റെ ഒരു ഭാഗവും കാണില്ല. നമുക്ക് ഇവിടെ അടിക്കുകയും വേണ്ട, തയ്യൽ തുമ്പും കാണത്തില്ല. തേച്ചിടുമ്പോൾ നല്ല ഫിനിഷായിട്ടിരിക്കും. അപ്പം നമുക്ക് എന്നിട്ട് ഇതിപ്പോൾ 24 ഇഞ്ച് വണ്ണമാണ്. കണ്ടോ,
കണ്ടോ ലൈനിങ് കണ്ടോ, ലൈനിങ് ഇങ്ങനെയാണ് വരണം. നമ്മൾ ഈ തയ്യൽ തുമ്പ് ഈ പുറത്ത് ഭാഗം വരണം, ഈ തുണിക്കുള്ളിൽ തയ്യൽ തുമ്പ് വരരുത്. അപ്പോൾ ഇങ്ങനെ വരണം. കണ്ടല്ലോ, ഇത് നമ്മൾ തേച്ച് ഇവിടെ കൂടെ നമ്മൾ തേച്ചിടുമ്പോൾ ഒരു തയ്യലൊന്നും വേണ്ട, നമ്മൾ കട്ടിയായിട്ട് നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ടൊന്ന് തേച്ചിട്ട് കൊടുത്താൽ നല്ല ഫിനിഷായിട്ട് കിടക്കും. രണ്ട് സൈഡിലും തയ്യൽ തുമ്പില്ല, കണ്ടോ, ഈ സൈഡിലുമില്ല ഈ സൈഡിലുമില്ല, ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി നിങ്ങൾ ഇവിടെ ആദ്യം നിങ്ങൾ ഈ നല്ല വശം പിടിച്ച് തയ്ക്കുക, അതായത് ഇത് രണ്ടും കൂടെ ചേർത്ത് തയ്ക്കുക. പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ ലൈനിങ്ങും കൂടെ ചേർത്ത് തയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ലൈനിങ്ങോട് ചേർത്ത് ഇവിടെ നിന്ന് നമ്മൾ പിടിക്കണം. ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ ലൈനിങ്ങും കൂടെ ചേർത്ത് ലൈനിങ്ങിലടിക്കണം. ലൈനിങ് മാത്രം ഈ തുണി അകത്തോട്ടിട്ടിട്ട് നമ്മൾ ഈ ലൈനിങ്ങിന് മാത്രം കുറച്ച് ദൂരം മറ്റേ തുണിയായിട്ട് പിടിച്ചടിച്ചിട്ട് ലൈനിങ് മാത്രം ഇവിടെ നിന്ന് ലൈനിങ് മാത്രം പിടിക്കുക. അപ്പോൾ ഇതെങ്ങും ഉള്ളിൽ പൊക്കോളും. എന്നിട്ട് ലൈനിങ് മാത്രം പിടിച്ചടിക്കുക. ഇതിന് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് ലോക്ക് ചെയ്തോളാം. ലോക്ക് ചെയ്തതിന് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. കണ്ടോ, ഇനി ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് തേക്കാൻ നേരത്ത് അതിൻ്റെ കാര്യമേ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഞുറി വെച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ പിടിച്ച് വെച്ച് തേക്കണം. ഇതാകുമ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ തേച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലെയർ പാവാടയായി. കണ്ടോ എന്ത് നല്ല പാവാടയാണെന്ന് മനസ്സിലായോ? നല്ല പ്ലീറ്റുള്ള പാവാട. 2 മീറ്റർ തുണി എടുത്തപ്പോൾ 4 മീറ്ററിൻ്റെ പ്ലെയറും കിട്ടി. നല്ല ഈസി ആയിട്ട് ഇത്രയും സമയം കൊണ്ട് കണ്ടോ, ഞാൻ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പാവാട തയ്ക്കാൻ, പെൺകുട്ടികളുള്ള വീട്ടുകാർക്ക് നല്ല സുഖമായിട്ടൊരു പാവാട അമ്മമാർക്ക് വീട്ടിൽ നിന്ന് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരേക്കും ബ്രേക്ക്.